Hello, Assalamualaikum. Baking Tips-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർസ്കോച്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ആദ്യം ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ സെയിം സൈസിലുള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടെ ബട്ടറോ ഓയിലോ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഞാൻ എടുത്തിട്ടുള്ള ബേക്കിംഗ് ടിന്ന് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്ന് കേട്ടോ. കറക്റ്റ് 1 kg ബേക്കിംഗ് ടിന്ന് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഞാൻ 8 ഇഞ്ചിൻ്റെ എടുത്തതേ ഉള്ളൂ. ഇത് ഒരു 1.5 കിലോ കേക്ക് ബേക്കിംഗ് ചെയ്യാനുള്ള ടിന്നാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സാക്കി വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി വെക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് മാറ്റി വെക്കാം. അതിന് നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും എടുക്കാറുള്ള പോലെ 50 ഗ്രാം ബട്ടറും 1/2 കപ്പ് പാലും തന്നെയാണ് എടുത്തത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു ബട്ടർ മെൽട്ടാവാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു പാത്രത്തിലേക്കാക്കി ചൂടാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഓവനിലാണ് ചൂടാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റാക്കി എടുക്കണം. ഞാൻ 4 മുട്ടയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഒരു കാര്യം, ഈ പാത്രത്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകരുത്. അതുപോലെ എഗ് ബീറ്ററിലും വെള്ളമൊന്നും ഉണ്ടാകരുത്. ഇത് ആദ്യം 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ 3 മുട്ട വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് മൈദ എടുത്താൽ മതി. ഞാൻ 4 മുട്ട വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്രഷ് ചെയ്ത ഷുഗർ അല്ലെങ്കിൽ ഗ്രാനുൾസ് ഷുഗർ ഇത് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വേണ്ടി വരും. ആദ്യം 2 മിനിറ്റ്സ് മുട്ട മാത്രം ബീറ്റ് ചെയ്തെടുത്തല്ലോ. ഇനി ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ കേക്കിലും ചെയ്യാറുള്ള സംഭവം തന്നെയാണിത്. കുറേ റെസിപ്പി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സ്പോഞ്ചിൻ്റെ കാര്യത്തിൽ മെഷർമെൻറ്റിൻ്റെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത് ചെയ്ത ടീ കേക്ക് ആ ഒരു സ്പോഞ്ചും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ച മൈദക്കൂട്ടും പിന്നെ പാലും ബട്ടറും കൂടി മിക്സാക്കി വെച്ച ഇത് രണ്ടും കൂടെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ കുറേ രീതിയിലുള്ള കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഗ് ബീറ്ററൊന്നും ഇല്ലാത്ത ജസ്റ്റ് മിക്സിയിലിട്ട് ബീറ്റാക്കി എടുക്കുന്നതും അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുട്ട ഇങ്ങനെ ഒരു ഫ്ലഫിയാക്കി എടുത്ത് ചെയ്യുന്ന കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ടെക്സ്ചർ വേറെ എങ്ങനെ ചെയ്താലും കിട്ടില്ല. ഇത് വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ആ ഒരു വിധത്തിലുള്ള ടെക്സ്ചറാണ് ഈ ഒരു കേക്കിന് കിട്ടുന്നത്. അത് മുട്ട ഇത്രയും നല്ല ഫ്ലഫിയാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബട്ടർസ്കോച്ച് എസൻസ് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബട്ടർസ്കോച്ച് എസൻസ് ഇല്ലെങ്കിൽ വനില എസൻസ് ആയാലും മതി. എനിക്ക് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ മുട്ട ബീറ്റാക്കി ഒരു പകുതി ആകുമ്പോഴേക്കും ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവനൊന്ന് പ്രീഹീറ്റാക്കാൻ വെക്കണം. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് പാത്രമാണ് വെക്കുന്ന ആ ഒരു പാത്രം പ്രീഹീറ്റാക്കാൻ വെക്കണം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റാക്കാൻ വെക്കണം. ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഞാനിതിവിടെ കാണിക്കുന്നില്ല. ഞാൻ കുറേ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനൊരു പാൻ ചൂടാകുമ്പോൾ 1/2 കപ്പ് ഷുഗർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ്, ഷുഗർ ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് മെൽറ്റായി കിട്ടുന്നില്ല, കൂടുതൽ ഡ്രൈ ആയി പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നും, പിന്നെ അത് മെൽറ്റായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അധികം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇത് ഓവറായാൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല, ഒരു കയ്പ്പ് വരും. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. മിക്സാക്കി കൊടുക്കുക. 50 ഗ്രാം ബട്ടർ എന്ന് പറയുമ്പോൾ 100 ഗ്രാമിൻ്റെ ബട്ടർ വാങ്ങിയിട്ട് അതിന് നേരെ പകുതിയാക്കിയാൽ മതി. പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിലൊക്കെ കപ്പിലെടുക്കുമ്പോൾ 1/4 കപ്പോളം വരും.
മെഷർമെൻറ്റൊക്കെ കറക്റ്റ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ മിക്സാക്കി കൊടുക്കുക. നമുക്കിങ്ങനെ സോസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അത് നല്ലോണം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയാൽ മതി. ഓവനിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റ് പാകത്തിനുള്ള ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കി ചെയ്തെടുക്കാനുണ്ട്. അതിന് ഒരു പാൻ ചൂടാകുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 കപ്പ് ഷുഗർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 25 ഗ്രാം ബട്ടർ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. നേരത്തെ ചേർത്തതിനേക്കാളും പകുതി ബട്ടർ ചേർത്താൽ മതി. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി 1/2 കപ്പ് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ ഇതും കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സാക്കി എടുക്കണം. ചെറുതായിട്ട് തിക്കായി വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ തിക്കായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ബട്ടർ പുരട്ടിയ ഒരു പലകയിലേക്ക് ഇതാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ ചെറുതായിട്ട്. കുറച്ചൊന്ന് ചൂടാറിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. നല്ലോണം ചൂടാറിയാൽ പിന്നെ അത് കട്ടിയായി പോകും. പിന്നെ നമുക്ക് പരത്താനൊന്നും പറ്റത്തില്ല. ഇനി ഇത് പീസാക്കി എടുക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തണുക്കുമ്പോൾ പെട്ടെന്ന് പീസാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റൂ കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. പിന്നെ ഇത് പൊടിഞ്ഞു പോയാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കൂടുതലും ക്രഷ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. കുറച്ച് പീസസ് മാത്രമേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം ട്രോപ്പോളൈറ്റിൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ക്രീം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല ഫ്രീസായിട്ടുള്ള ക്രീമാണിത്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കണ്ട കേട്ടോ. കൂടുതൽ ചേർക്കുമ്പോൾ പിന്നീട് ക്രീം ഓവർ തിക്കാകുന്നുണ്ട്. ചേർത്തില്ലാലും കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു കളർ ചേഞ്ചസിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇതൊന്ന് തിക്കാകുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഒരു കറക്റ്റ് പാകത്തിന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. കേക്ക് ഇവിടെ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഡീമോൾഡാക്കി എടുക്കണം. സൈഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡാക്കി എടുക്കാൻ പറ്റും. ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റണം കേട്ടോ. കണ്ടില്ല, അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്കിതിനൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്തത്, ഗ്യാസ് സ്റ്റോപ്പിലാണ്. ഓവനില്ലെങ്കിലും നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു മുകൾ പാകമുള്ള ആ ഒരു ബ്രൗണിഷ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്ന രീതി ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. ഒരു 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കി ഞാൻ കുറച്ച് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ. ജിഞ്ചർ ഗാർലിക്കൊക്കെ ക്രഷ് ചെയ്യുന്നില്ല, അതിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഫസ്റ്റത്തെ ലെയർ വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ഷുഗർ സിറപ്പ് സ്പ്രെഡാക്കി കൊടുക്കാൻ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഫസ്റ്റത്തെ ലെയറിൽ ഫുള്ള് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ച ചിക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക, ക്രീമാക്കി കൊടുക്കുക. അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഐസിങ് ബാഗിലോട്ടാക്കി തന്നെ ക്രീം ഫുള്ളിട്ട് കൊടുക്കുക സൈഡിലോട്ടൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാകും. ആദ്യം ക്രം കോട്ടിങ് പോലെ ഒന്ന് ചെയ്തെടുക്കുക, പിന്നീട് അതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടെ ക്രീമാക്കി കൊടുത്ത് ചെയ്താൽ മതി, ലെവലാക്കി എടുത്താൽ മതി. കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. എനിക്കല്ലെങ്കിലും ഐസിങ് ചെയ്യുമ്പോൾ അത്ര ഫിനിഷിങ് കിട്ടാറില്ല. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർസ്കോച്ച് സോസാണ്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൂടുതൽ ചേർക്കണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊരു ഐസിങ് ബാഗിലോട്ട് ആക്കി കൊടുക്കാം. കേക്കിലേക്ക് ഡ്രിപ്പാക്കി കൊടുക്കാനാണ്. സെൻട്രലിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് സോസാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വെറും 0 പിന്നെ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കംപ്ലീറ്റ് ആക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല, അത്രയ്ക്കും ധൃതി കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രഷാക്കി എടുത്ത ചിക്കിയും അതുപോലെ പീസാക്കി വെച്ച ചിക്കിയൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി സമയം എടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഞാനിത് ഒരുവിധം ഒപ്പിച്ചെടുത്തുട്ടോ. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടോ, ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവരെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പോയി, ഇവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പക്ഷേ ആ സമയത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. ട്രൈപോഡ് അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ക്യാമറ ഓഫ് ചെയ്തില്ലെന്ന് പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അതിലൂടെ കുറച്ച് പകർന്ന കുറച്ച് സംഭവങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാഷ്യൂലാക്കിയ അത് തിന്നണ്ടേ അപ്പൊ തിന്നില്ല പ്രശ്നം, തിന്നും പ്രശ്നം തിന്നില്ല. ഓക്കെ കേക്ക്